ഊട്ടി യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായിരുന്നു നീൽഗിരിയുടെ സ്വന്തം ഗോത്രവർഗമായ തോഡ കമ്മ്യൂണിറ്റിയെ കണ്ടുമുട്ടിയത്. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡന് മുകൾ വശത്ത് ഈ ഇടയ ഗോത്രത്തിൻ്റെ ഒരു ഗ്രാമത്തെ കാണാൻ സാധിക്കും എന്ന വിവരത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ലഭ്യമായ വിവരങ്ങൾ ശരിയാണെങ്കിൽ 2nd BC മുതലേ ഈ ഗോത്രം നീൽഗിരിയിലുണ്ട്. പഴയ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളായി അവരുടെ ആരാധനാലയം ഓരോ ഗ്രാമത്തിലും ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള അറിവാണ് നമ്മളെ ഈ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. ഈ അന്വേഷണം തുടങ്ങിയതാവട്ടെ ഊട്ടി നഗരത്തിലേക്ക് എത്തും മുമ്പേ നമ്മൾ കണ്ട കുറച്ച് പ്രതിമകളിൽ നിന്നാണ്. തോഡ ഗ്രാമം തോഡ മണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. പുരാതന കാലഘട്ടത്തിന്റെ അവശേഷിപ്പായി ഈ ആരാധനാലയം നേരിൽ കണ്ടപ്പോൾ കിട്ടിയ അനുഭവം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. സൂര്യനെയും ചന്ദ്രനെയും കന്നുകാലിയെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. തോഡ മണ്ടിൽ കണ്ടുമുട്ടിയ പേത്തേക്കുട്ടൻ എന്ന ഗ്രാമത്തിലെ മുതിർന്ന വ്യക്തിയാണ് ഈ ഗ്രാമത്തിലെ സവിശേഷതകളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത്. മുൻപ് ചുറ്റും കൊടും വനമായിരുന്നു. ക്ഷേത്ര നിർമ്മിതിയും ഗ്രാമത്തിലെ പഴയ വീടുകളും അതുകൊണ്ട് തന്നെ പ്രത്യേക രൂപത്തിലേക്കായി. ചുറ്റും കൽമതിലും ചെറിയ പ്രവേശന കവാടവും ഇതിന്റെ തെളിവാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. റോഡിൽ കണ്ട പ്രതിമകൾ നല്ല കൗതുകം തന്നിരുന്നു. കയ്യിൽ ഒരു വലിയ കല്ല് ഏറ്റുപിടിച്ച് നിൽക്കുന്ന ഒരു പുരുഷൻ, ചുറ്റിലും ഒരുപാട് ആളുകൾ. ഇതേപ്പറ്റി പേത്തേക്കുട്ടൻ വിശദീകരിച്ചപ്പോഴാണ് കൗതുകം ഒരാശ്ചര്യമായി മാറിയത്. மேரேஜ் ஸ்டோனு அதை தூக்கி தோளில் நிறுத்தினா தான் அந்த பையனுக்கு பொண்ணு கொடுப்பாங்க. நோல் தூக்க முடியலன்னா அவனுக்கு பொண்ணு கொடுக்க மாட்டாங்க, அனுப்பிவிட்டவன். அது ஸ்ட்ராங் மேனஸ் பவர். Now is old time. Now is internet love. Old time is strong man's marriage is giving that stone. So அவரோட ஸ்ட்ரெngth ப்ரூவ் பண்ணதுக்கு அந்த ஸ்டோன்ஸ் தூக்கணும்ல. இல்ல அந்த கல் தூக்குனா பொண்ணு காப்பாத்துவாங்கறாங்க. ஸ்ட்ராங் இருந்தா. ஓகே. அவ்வளோ ஸ்ட்ரெngth இருந்தா தான் பொண்ணை காப்பாற்ற முடியும் லைஃப்ல. அப்படி நினைக்கிறாங்க. ആ കല്ലെടുത്ത് പൊക്കണം. കല്യാണം കഴിക്കണമെങ്കിൽ they have to prove their strength. எப்போ ஃபெஸ்டிவல் வரும்? ஜனவரி ஃபர்ஸ்ட் வீக்ல. அப்ப எல்லாரும் அந்த Dress எல்லாம் கம்ப்ளீட் டோட கம்ப்ளீட் டோட. நீலகிரிஸ் 22 villages, 1700 people. my language நமக்கு டோட லாங்குவேஜ். ஓகே. அதுக்கு என்ன சொல்லுவோம்? டோட லாங்குவேஜ் அது ஸ்கிரிப்ட் இல்ல ஸ்போக்கிங் லாங்குவேஜ். ஓகே. நாங்க ஸ்கூலுக்கு போய் தமிழ் இங்கிலீஷ் படிச்சிட்டோம். ஓகே. my house is டோட லாங்குவேஜ். வீட்டுக்குள்ள நீங்க டோட லாங்குவேஜ் தான் பேசுவாரு. உர்தஷா அப்படியே நல்லா இருக்கியா? ஓகே. புவர் ரஷ்யா அது கண்டுபிடிக்க முடியாது. நோ ஸ்கிரிப்ட். சார் இது நம்ம டோடா ட்ரெஸ்ஸு இது மேக்கிங் தைக்கிறதெல்லாம் நம்ம டோடா லேடிஸ் தான் தைக்கிறாங்க. அதர்ஸ் மேன் தைக்க முடியாது. இது டோடாஸ் மட்டும் தான் தைக்க முடியும். டோடா ட்ரெஸ் டோடாஸ் நாங்கள் போடுறோம். இந்த ஃபங்க்ஷனு டோடா ஃபங்க்ஷன், டெம்பிள் ஃபங்க்ஷன், மேரேஜு இதுக்கெல்லாம் நாங்கள் இந்த ட்ரெஸ் தான் போடுறோம். இந்த டோடா வில்லேஜ் இந்த மந்தில் 22 வீடு అది మోటర్ 26 ఆరుడి రోడ్లు మొదలు మరోడు రోడ్లు 23 സ്കൂളിൽ അത്തന്നെ. ഓരോ പ്രദേശത്തിനും അവിടുത്തെ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അധിവസിക്കുന്ന ജനതയും സംസ്കാരങ്ങളും ഉണ്ടാവും. ഊട്ടിയിലെ തോഡ ഗോത്രവർഗം അതിശയിപ്പിക്കുന്ന ഒരു പുത്തൻ അറിവാണ്. ഇവരുടെ വിശദമായ ഒരു ട്രാവൽ ഡോക്യുമെന്ററിയുമായി നമ്മൾ വീണ്ടും വരും. തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി.